بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസ് ആണ് ഖുതുബ ഓതിയത്. അദ്ദേഹം ഖുതുബയുടെ പ്രാരംഭത്തിൽ പുതിയ വർഷം ആരംഭിച്ചതിനെ കുറിച്ച് സംസാരിച്ച ശേഷം നാം ആ പുതിയ വർഷത്തെ സ്വീകരിക്കേണ്ട രൂപവും മര്യാദയും അദ്ദേഹം വിവരിക്കുകയുണ്ടായി. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലൂടെ നാം പാഠം പഠിക്കുകയും വരുന്ന ദിവസങ്ങളിൽ ഈ പുതിയ വർഷത്തിൽ നമ്മുടെ വീഴ്ചകളെ നെഗറ്റീവ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അവൻ പറഞ്ഞതായ സിറാത്തുൽ മുസ്തഖീമിൽ കൂടി ജീവിക്കാനുള്ള പരിശ്രമം നാം നടത്തുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഖുതുബ ആരംഭിച്ചത്. അതിൽ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് തൗഹീദുല്ലാഹ്, അല്ലാഹുവിനെ ഏകനാക്കുക എന്നതാണ്. മുമ്പുള്ളതായ നമ്മുടെ സലഫു സാലിഹ്യങ്ങളുടെ ജീവിതവും അവരുടെ കാലഘട്ടവും നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ, അവരുടെ ജീവിതത്തിൽ അഭിമാനത്തോടുകൂടി ഇസ്സത്തോടുകൂടിയുള്ള ജീവിതം ജീവിക്കാൻ അവരെ കൊണ്ട് സാധിച്ചത് അവര് ആദർശപരമായി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ആരാധിക്കുന്നതിൽ വീഴ്ച വരുത്താതെ മുവഹ്ഹിദീങ്ങളായി ജീവിച്ചതുകൊണ്ടായിരുന്നു. ഏത് കാലഘട്ടത്തിലെല്ലാം മുസ്ലിങ്ങൾ തൗഹീദിൽ അടിയുറച്ച് ജീവിച്ചുവോ ആ കാലഘട്ടത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അവര് ഇസ്സത്തിലും അഭിമാനത്തിലും അവരുടെ ജീവിതം കെട്ടിപ്പടുത്താനുള്ളതായ ചുറ്റുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിരുന്നു. അല്ലാഹു ഖുർആനിൽ വാഗ്ദാനം ചെയ്തതുപോലെ വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത്. മുഅ്മിനീൻ എന്നാണ് റബ്ബ് പറഞ്ഞത്. സത്യവിശ്വാസികളായിരിക്കണം. വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഉന്നതർ, നിങ്ങളാണ് അഭിമാനത്തിലും അന്തസ്സിലും ജീവിക്കാൻ അർഹപ്പെട്ടവർ, നിങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച ആദരിച്ച വിഭാഗം. വഅൻതുമുൽ അലൗൻ, ഏറ്റവും ഉയർന്ന രൂപത്തിൽ ഏറ്റവും അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള ചുറ്റുപാട് നിങ്ങൾക്കാണ് ലഭിക്കുക. എപ്പോഴാണ്? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുവഹ്ഹിദീങ്ങളാണെങ്കിൽ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവരാണെങ്കിൽ. ഇത് അല്ലാഹുവിന്റെ നിബന്ധനയാണ്. അപ്പോൾ മക്ക ഇമാം ഇന്ന് ഒന്നാമത്തെ ഖുതുബയിൽ പ്രധാനമായി ഊന്നിപ്പറഞ്ഞ സബ്ജക്റ്റാണ് നമ്മുടെ ആദർശം ക്ലിയറാക്കാത്ത കാലത്തോളം നമുക്ക് നഷ്ടപ്പെട്ടു പോയ അന്തസ്സുകളെ, അഭിമാനങ്ങളെ മടക്കിയെടുക്കാൻ സാധിക്കുന്നതല്ല. അത് ഫലസ്തീൻ മോചിക്കലാവട്ടെ, മറ്റു ഏത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ അഭിമാനങ്ങളും അന്തസ്സുമാവട്ടെ, അതെല്ലാം അതിൽ ഉൾക്കൊള്ളുമെന്ന് മക്ക ഇമാമ് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതം സലഫ് സാലിഹയുടെ ജീവിതമാക്കി മാറ്റാത്ത കാലത്തോളം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന, കാണിച്ചു തന്ന, വരഞ്ഞു തന്ന ആ റൂട്ടിൽ കൂടി ചലിക്കാത്ത കാലത്തോളം നമുക്ക് അന്തസ്സില്ല, അഭിമാനമില്ല, വിജയമില്ല എന്നതാണ് സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. പുതിയ വർഷത്തെ സ്വീകരിക്കുമ്പോഴും പഴയ വർഷത്തോട് വിടവാങ്ങുമ്പോഴും നാം നികറ്റേണ്ടതായ വീഴ്ച ഇതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ നിന്ന് തൗഹീദിൽ നിന്നിട്ട് വ്യതിചലിച്ചവരായിട്ടാണ് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഓരോ ദിനം മുമ്പോട്ട് പോകുമ്പോൾ തൗഹീദിൽ നിന്നിട്ട് വ്യതിചലിക്കുന്നവർ, അതിന്റെ ഇനങ്ങൾ അഥവാ ബിദ്അത്തിന്റെയും അനാചാരത്തിന്റെയും ഇനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് കാരണത്താൽ തന്നെയായിരിക്കാം മുസ്ലിങ്ങൾക്ക് അഭിമാനവും അന്തസ്സും, അവർക്ക് മുമ്പുള്ളതായ അഭിമാനവും അന്തസ്സും നഷ്ടപ്പെട്ട് ഇഞ്ചിഞ്ചായി നമ്മിൽ നിന്നിട്ട് നമ്മോട് വിട വാങ്ങിക്കൊണ്ടേയിരിക്കുന്നതായ ചുറ്റുപാടിലേക്ക് എത്താൻ കാരണമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചതായ ഒരു മഹാതത്വം ആണ് പിന്നെ ഓതിയത് സഹിഹ ഹദീസിൽ നിന്നിട്ട്. ഇന്നി ഖലഖ്തു ഇബാദി, അത് അള്ളാഹുവിന്റെ വാക്കായിട്ട് ഖുദ്സിയ ഹദീസായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിവരിക്കുന്ന ഭാഗമാണ്. ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാഅ കുല്ലഹും, എന്റെ സൃഷ്ടികളെ ഞാൻ ഹുനഫാകളായിട്ടാണ് സൃഷ്ടിച്ചത്.
അഥവാ അള്ളാഹുവിനെ മാത്രം ആത്മാർത്ഥമായി ആരാധിക്കേണ്ടവരായി. ആ പ്രകൃതി മതം അങ്ങനെയാണ്. അള്ളാഹുവിലേക്കല്ലാതെ സൃഷ്ടികൾ ചരിക്കൂല, അള്ളാഹുവിനല്ലാതെ അവരുടെ ആരാധന കയറുകയില്ല. ആ രൂപത്തിലാണ് സൃഷ്ടിച്ചത്. പക്ഷേ പിശാച് അവരെ പിടികൂടി. എന്നിട്ടോ ഫജിത്താലത്തുഹും അൻ ദീനിഹിം, പിശാച് അവരെ അവരുടെ ആ സത്യപാന്താവിൽ നിന്നിട്ട് വ്യതിചലിപ്പിച്ചു. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയത് ഹറാമാക്കിയത് ഹലാലാക്കി. എന്ന് മാത്രമല്ല, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ സൃഷ്ടികളെ പങ്കുചേർത്തു. ആ പങ്കുചേർത്തു എന്ന പദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പറയുന്ന വാക്കായിട്ട് ഉപയോഗിക്കുന്ന ശൈലി ഇങ്ങനെയാണ്. ഖുർആനിൽ വന്ന അതേ ശൈലി തന്നെയാണ്. സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ ബിമാ അശ്റകൂ ബില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. നാം ഒരു വിഭാഗത്തിന്റെ ഹൃദയത്തിൽ ഭയമിട്ട് കൊടുക്കുന്നതാണ്, പേടിയിട്ട് കൊടുക്കുന്നതാണ്. ആരാണ് ആ വിഭാഗം? സത്യനിഷേധികൾ. എന്ത് കാരണത്താലാണ്? അവര് അള്ളാഹുവിന്റെ കൂടെ പങ്കുചേർത്തത് കാരണത്താൽ, ശിർക്ക് വെച്ചത് കാരണത്താൽ. എന്തിനെയാണ്? മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന. അവർക്ക് അള്ളാഹു ഇറക്കിയതായ ഖുർആനിലൂടെ ഒരു അനുവാദവും ലഭിക്കാത്ത, ഒരു ആയത്തുമില്ല, ഒരു സഹിയായ ഹദീസുമില്ല. വഹിയിലൂടെ അവർക്ക് ഒരു സപ്പോർട്ടും ആ ശിർക്ക് ചെയ്യുന്നതിന് ലഭിക്കുന്നതല്ല. അങ്ങനെയുള്ളതായ മഹാപാപത്തെ അവർ ചെയ്തത് കാരണത്താൽ അവർക്ക് ഭയം, അവർക്ക് ശത്രുക്കളെ ഭയം. അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന ജീവിതത്തിൽ അന്തസ്സിനോടും അഭിമാനത്തോടും വിട വാങ്ങേണ്ടതായ ഗതികേട് അവർക്കുണ്ടാവുകയും പ്രയാസത്തിൽ അവരകപ്പെടുകയും ചെയ്തു. അത് എന്ത് കാരണത്താലാണ്? അവരെ ഞാൻ സൃഷ്ടിച്ചതായ ആ പ്രകൃതി മതമാകുന്ന തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കേണ്ടതായ, ആത്മാർത്ഥമായി ഹുനഫാകളായി ജീവിക്കേണ്ടതായ അള്ളാഹ് സൃഷ്ടിച്ച ആ ശൈലിയിൽ നിന്നിട്ട്, ആ രൂപത്തിൽ നിന്നിട്ട്, ആ സൃഷ്ടിപ്പിൽ നിന്നിട്ട് അവരുടെ ജീവിത രീതിയെ അവര് ചേഞ്ച് ചെയ്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് നമ്മുടെ അഭിമാനത്തെയും അന്തസ്സിനെയും സംരക്ഷിക്കാനായിട്ട് വരഞ്ഞ ലൈനിനെ കുറിച്ച് ഖുർആനിലൂടെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു നമുക്ക് വിവരിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നാവിലൂടെ പറഞ്ഞതായി നാം പഠിക്കുന്നതും എന്റെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഞാൻ സാധാരണ ഉണർത്താറുമുള്ളതായ ഭാഗമാണ് മഹാനായ ഇബ്രാഹിം പറഞ്ഞ ശൈലി. ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. മക്ക ഇമാം ഇന്ന് അത് ഓതിയത് കൊണ്ട് ഞാൻ ഓതൽ നിർബന്ധമാണല്ലോ, കാരണം നമ്മുടെ വിഷയം മക്ക ഇമാമിന്റെ പ്രസംഗമാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഈ അള്ളാഹുവിനോടുള്ളതായ ആ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന വ്യക്തി ചെയ്യേണ്ടതായ പ്രധാന ഭാഗം അത് അർപ്പണമാണ്. അവന്റെ നമസ്കാരങ്ങൾ, അവന്റെ പ്രാർത്ഥനകൾ, അവന്റെ നേർച്ച വഴിപാടുകൾ, അവന്റെ അറിവുകൾ, അവന്റെ ജീവിതം, അവന്റെ മരണം എല്ലാം അള്ളാഹുവിന് മാത്രം എന്നതായ തത്വമാണ്. അപ്പോൾ സൃഷ്ടികൾക്ക് ഒരിക്കലും സൃഷ്ടാവിനോട് ആവശ്യപ്പെടാതെ, സൃഷ്ടാവിലേക്ക് കേണപേക്ഷിക്കാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നതല്ല. സൃഷ്ടാവ് സൃഷ്ടികൾ നിന്നിട്ട് ഐശ്വര്യവാനാണ്. സൃഷ്ടികളെ സൃഷ്ടാവിന് ആവശ്യമില്ല. പക്ഷേ സൃഷ്ടികൾ മുഴുവനും സൃഷ്ടാവിലേക്ക് ആശ്രയമുള്ളവരാണ്. സൃഷ്ടികൾ മുഴുവനും അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ശൈലിയാണ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ആശ്രയിക്കുന്ന ആളാണ്, അല്ലാഹുവിനെ ആവശ്യമുള്ള ആളാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അല്ലാഹയാണെങ്കിൽ സൃഷ്ടികളുടെ ഒരാവശ്യം അവനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗനിയാണ്. അങ്ങനെയുള്ള സൃഷ്ടാവായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹിലേക്ക് നാം നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവനിലേക്ക് സുജൂദ് ചെയ്ത്, അവന് റുകൂഅ് ചെയ്ത്, അവന് നമസ്കരിച്ച്, അവനോട് കേണപേക്ഷിച്ച്, അവന്റെ മുമ്പിൽ കൈപൊക്കി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആ ആത്മാർത്ഥമായി തൗഹീദിൽ അടിയുറച്ചു നിന്ന് തൗഹീദിന്റെ എല്ലാ ഇനങ്ങളും ക്ലിയർ ആക്കി, തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാ വസിഫാത്ത് എന്നീ ഇനങ്ങളെ മക്ക ഇമാം എണ്ണുകയുണ്ടായി. തൗഹീദ് എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ ഇനങ്ങളും അഥവാ ആരാധന മുഴുവനും അള്ളാഹുവിനാക്കി മാറ്റുക എന്ന തൗഹീദുൽ ഉലൂഹിയ്യ, അപ്രകാരം തന്നെ ഷിട്ടാവ് റബ്ബ് മാത്രമാണ്, വേറെ ആരുമില്ല എന്ന ആ തൗഹീദുൽ റുബൂബിയ്യ, അതുപോലെ തന്നെ അസ്മാ വസിഫാത്തിലുള്ളതായ തൗഹീദ് അഥവാ അള്ളാഹുവിന്റെ അസ്മാകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ അതിനെല്ലാം പഠിക്കുകയും അതിൽ ഉൾക്കൊണ്ടതായ തത്വങ്ങൾ മനസ്സിലാക്കുകയും അതിലൂടെ അള്ളാഹുവിനെ ബഹുമാനിക്കാനും ആദരിക്കുവാനും നാം ട്രെയിനിങ് നേടുകയും ചെയ്യുക. ആ രൂപത്തിലുള്ള തൗഹീദാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഉദ്ദേശിക്കുന്നതായ തൗഹീദ്. ഈ തൗഹീദ് ഒരാൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹ് പറഞ്ഞ ശൈലിയിലേക്ക് എത്താൻ
അള്ളാഹു ഖുർആനിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മടക്കി മടക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതായ ശൈലിയുണ്ട്. അള്ളാഹുവിന് മാത്രമായിരിക്കണം ആരാധന, അള്ളാഹുവിനെ മാത്രമായിരിക്കണം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവിന് മാത്രമാണ് നിങ്ങൾ കീഴടങ്ങേണ്ടത് എന്ന തത്വം, ആ തത്വം നമുക്ക് തുറിച്ചു കാണുന്നതായ ഖുർആനിൽ ഒരു ഭാഗമാണ്. ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറയുകയുണ്ടായി. റബ്ബ് ചോദിക്കുന്നു, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അടിമകളുടെ പ്രശ്നം പരിഹരിക്കാൻ അള്ളാഹു പോരെ? എന്തിനാണ് അവർ ശിഷ്ടികളുടെ അടുക്കലേക്ക് ചെല്ലുന്നു? എന്തിനാണ് ശിഷ്ടികളോട് ചോദിക്കുന്നു? നിങ്ങൾ അവർ ഭയപ്പെടുകയാണ് അള്ളാഹു അല്ലാത്തവരെ പറഞ്ഞുകൊണ്ട്. അള്ളാഹു അല്ലാത്തവരോട്, മൊയ്തീൻ ഷേഖിനോട്, റിഫായ് ഷേഖിനോട്, ബദ്രീങ്ങളോട്, അല്ലെങ്കിൽ മഹാത്മാക്കളോട്, സാലിഹ്യങ്ങളോട്, ജിന്നുകളോട് നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പൊരുത്തക്കേട് നിങ്ങൾക്ക് സമ്പാദിക്കേണ്ടി വരും, അവരെ നിങ്ങൾ അപമാനിച്ചവരായി മാറും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിങ്ങളെ ഭയപ്പെടുത്തുകയാണോ ചെയ്യുന്നത് എന്ന് അള്ളാഹു ഖുർആൻ ചോദിക്കുന്നു. ഇത്രയും പച്ച അറബിയിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞതിന് ശേഷം പിന്നെ എന്തിനാണ് ഷിട്ടാവനെ ഒഴിവാക്കി ഷിട്ടികളിലേക്ക് ചെല്ലുന്നു എന്നതാണ് അള്ളാഹുവിന്റെ ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ല വീഴ്ചയും വരുത്തിയോ? മക്ക ഇമാമിന്റെ ചോദ്യമാണ്. അള്ളാഹു ഷിട്ടികൾക്ക് ചെയ്യേണ്ടതായ അവകാശത്തിൽ വല്ല വീഴ്ചയും വരുത്തിയോ? ഷിട്ടാവിനോട് ചോദിക്കുന്നതിന് പകരം ഷിട്ടികളോട് ചോദിക്കുമ്പോഴും, ഷിട്ടികൾക്ക് ആരാധനകൾ സമർപ്പിക്കുമ്പോഴും, ഷിട്ടികൾക്ക് അർത്ഥനകൾ സമർപ്പിക്കുന്ന സന്ദർഭത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് അവരുടെ പ്രശ്നം പരിഹരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഈ അവർ ചോദിക്കുന്ന ഖബറാളികൾക്കോ, ഈ അവർ ചോദിക്കുന്നതായ ഔലിയാക്കന്മാർക്കോ സാലിഹ്യങ്ങൾക്കോ ആർക്കും അതിന് കഴിവ് അള്ളാഹ് കൊടുത്തിട്ടേ ഇല്ല, അവർക്ക് അതിന് സാധിക്കുന്നതുമല്ല. പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാനുള്ളതായ കഴിവ് ലോകത്ത് ആർക്കും അള്ളാഹ് നൽകിയിട്ടേ ഇല്ല. അത് അള്ളാഹു സ്പെഷ്യലിസ്റ്റായ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് ചെല്ലുന്നു എന്ന് അള്ളാഹു ചോദിക്കുന്ന ശൈലിയൊക്കെ ഇന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് നാം അബ്ദുൽ ഇസ്സത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് സലഫ് സാലിഹ്യങ്ങൾ കാട്ടിയതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അവകളെ മുമ്പിൽ വെച്ചുകൊണ്ട്, ഖുർആൻ ഓതിയും കൊണ്ട്, നമസ്കരിച്ചുകൊണ്ട്, ധർമ്മം ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ ആ സജ്ജനങ്ങൾ ചെയ്യാറുള്ളതായ സാലിഹാത്തുകളായ അമാലുകൾ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഇടതേടുക. ഏറ്റവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പെട്ടെന്ന് മറുപടി കിട്ടാനും പറ്റുന്നതായ ശൈലി അതാണ്. എന്ത്? നാം സൽക്കർമ്മങ്ങളെ ഫബ്തഗു ഇലൈഹിൽ വസീലത, നിങ്ങൾ വസീലയെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. എന്താണ് വസീല എന്ന് പറഞ്ഞാൽ? അമലുസ് സാലിഹാത്തുകൾ എന്നതാണ് നമ്മുടെ പണ്ഡിതന്മാരായ മുഫസ്സിറുകൾ ആ ആയത്തിന് അർത്ഥം വെച്ചത്. അങ്ങനെയുള്ള ആ രൂപത്തിലുള്ളതായ തവസ്സുലാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന മശ്റൂആയ അനുവദനീയമായ തവസ്സുല്. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. ഞാൻ നേരത്തെ അല്പം മുമ്പ് വിശദീകരിച്ചതായ തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത്. ഈ അസ്മാ വസ്സിഫാത്ത് അല്ലാഹുവിന്റെ അസ്മാകളെ, അല്ലാഹുവിന്റെ സിഫാത്തുകളെ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. അല്ലാഹു പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് മെച്ചപ്പെട്ട നാമങ്ങളുണ്ട്. ആ മെച്ചപ്പെട്ട നാമങ്ങൾ മുമ്പിൽ വെച്ചിട്ട് ഫദ്ഉഹു ബിഹാ, അവകൾ കൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അവകളെ മുമ്പിൽ വെച്ചിട്ടാണ് അല്ലാഹുവോട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അല്ലാഹുവിന്റെ പേരുകളിൽ കൃത്രിമം വരുത്തുന്നതായ, അതിൽ അല്ലാഹു ഇറക്കാത്തതായ, അല്ലാഹു പഠിപ്പിക്കാത്തതായ, അല്ലാഹുവിന്റെ അസ്മാകളിൽ പെടാത്തതായ, സിഫാത്തുകളിൽ പെടാത്തതായ ഈ ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ഷിയാക്കളുടെ ഭാഗത്തിൽ നിന്നിട്ടും അനിസ്ലാമിക സൂഫിസത്തിന്റെ ഭാഗത്തിൽ നിന്നിട്ടും ഉണ്ടായതായ അഹ് ഉഹ് ഇഹ് എന്നും ഹ ഹു ഹി എന്നും അള്ളാഹുവിനെ പരിഹസിക്കുന്ന, അള്ളാഹുവിനെ തരം താഴ്ത്തുന്ന രൂപത്തിലുള്ളതായ, അള്ളാഹ് പഠിപ്പിക്കാത്ത, റസൂൽ പഠിപ്പിക്കാത്ത, സഹാബാക്കൾ ചെയ്യാത്ത, താബിഈങ്ങൾ ചെയ്യാത്ത, മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിക്കാത്ത, അവരുടെ കിതാബുകളിൽ എഴുതി പോകാത്ത ആ അദ്കാറുകൾ, ആ തോന്നിവാസങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ തരം താഴ്ത്തുന്നവരെ കുറിച്ച് അള്ളാഹ് പറയുന്നു, വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അങ്ങനെ കാട്ടുന്നവരെ നിങ്ങൾ വിട്ടേക്കൂ മുഹമ്മദ് നബിയെ, നിങ്ങൾ ഒഴിവാക്കി കളയുക മുസ്ലിങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടും, അവർക്ക് തക്കതായ പ്രതികാരം നൽകുക തന്നെ ചെയ്യും. അല്ലാഹു അത്രയും ക്ലിയർ ആയിട്ട് ഖുർആന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അല്ലാഹുവിന്റെ അസ്മാകളെയും അല്ലാഹുവിന്റെ സിഫാത്തുകളെയും മടക്കി മടക്കി പറയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുവദനീയമല്ലാത്ത, നിങ്ങളോട് ഞാൻ അനുവദിക്കാത്ത, നിങ്ങൾക്ക് അനുവദനീയമുള്ള രൂപത്തിൽ ഒരു ആയത്ത് പോലും ഇറക്കാത്ത ആ ശിർക്ക്, ആ മഹാപാപ
പാപം, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ആ മഹാപാപം നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്നിട്ട് വ്യതിചലിച്ചു പോകരുത് എന്ന് അള്ളാഹു ഖുർആനിൽ പലയിടങ്ങളിൽ മടക്കി 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 പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആ തത്വത്തെ മുമ്പിൽ വെച്ചിട്ട് മക്ക ഇമാമു ചോദിക്കുന്നു, എന്തേ അള്ളാഹുവിന്റെ ആ വാഗ്ദാനം അള്ളാഹു നിറവേറ്റുകയില്ലേ, അള്ളാഹു പുലർത്തുകയില്ലേ? എന്തേ നിങ്ങൾ അള്ളാഹുവിൽ നിന്നിട്ട് വ്യതിചലിക്കുന്നു? എന്തേ അള്ളാഹു നിങ്ങൾ ഒഴിവാക്കുന്നു? എന്തേ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുന്നു? ഇത് മഹാമാരകമായ രോഗമാണ്. ഇന്നത്തെ യുഗത്തിൽ ലോകവ്യാപകമായ രോഗമാണ്. സൂഫിസം എന്ന പേരിൽ പ്രചരിപ്പിച്ചവരാവട്ടെ, ഷിയായിസം എന്ന പേരിൽ പ്രചരിപ്പിച്ചതാവട്ടെ, ഏത് രൂപത്തിലായിരുന്നാലും വിരോധമില്ല. ബഹുഭൂരിപക്ഷം ഈ രൂപത്തിലാണ് ലോകത്തിൽ ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞ ശൈലി കേൾക്കുക. അല്ലദീന യഖൂലൂന, ആരാണവർ? അവർ പറയുന്നു, റബ്ബനാ, അല്ലാഹുവേ, ആമന്നാ, ഞങ്ങൾ ഇതാ വിശ്വസിച്ചു. ഈ വാക്ക് പറയാൻ ആർക്കാണ് അർഹതയുള്ളത്? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവർക്ക് മാത്രം. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാവേണമെങ്കിൽ എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ തത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ഏറ്റവും നല്ല ഹസനാത്തുകളുടെ കൂട്ടത്തിൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും അഫ്ളലായ ഹസനത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്ന അല്ലാഹു ഏകൻ, അവനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന തത്വം ഉൾക്കൊള്ളുന്നതായ ആ തൗഹീദിന്റെ മജ്ജ ഉൾക്കൊള്ളുന്നതായ ഭാഗം, അതിനെയാണ് നാം മുമ്പിൽ വെക്കേണ്ടത്. അത് ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ റബ്ബന ആമന്ന എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. റബ്ബന ആമന്ന, ഇതാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഫഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങൾക്ക് നീ പുറത്തു തരണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കാനുള്ളതായ അർഹത, അതിനുള്ള ധൈര്യം, അതിനുള്ള ഒരുക്കം ആർക്കാണ് ലഭിക്കുക? ആ അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക് മാത്രമാണ്. മക്ക ഇമാമു തുടരുന്നു, അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുനല്ലാതെ ഇല്ല, അറവ് അള്ളാഹുനല്ലാതെ ഇല്ല, നേർച്ച അള്ളാഹുനല്ലാതെ ഇല്ല, അഥവാ പാടില്ല, അതൊക്കെ ശിർക്കാണ്. അതുകൊണ്ട് നാം ശിഫ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹുൽ നിന്നിട്ടാണ് ശിഫ ആഗ്രഹിക്കേണ്ടത്. കാരണം നമ്മുടെ അനുശിത നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് രോഗം പിടിപെട്ടിട്ട് അവർ മരിക്കാൻ കിടക്കുന്നതായ ആ കിടപ്പിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചതായ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ ഊതിയിട്ട് റസൂലുള്ളാഹിയിലേക്ക് തടുകയുണ്ടായി. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ച ആ പ്രാർത്ഥന ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരുന്നു. ആ പ്രാർത്ഥനയാണ്. അപ്പോൾ തേട്ടം റസൂലുള്ളാഹിക്ക് രോഗം മാറാൻ വേണ്ടി വരേക്കും തേടിയത് അള്ളാഹുവിനോട് മാത്രമാണ് അവസാന നിമിഷത്തിൽ എന്നതാണ് നാം പഠിക്കുന്ന പാഠം. എന്നിരിക്കുമ്പോൾ അങ്ങനെയുള്ളതായ ആ ശിഫ അള്ളാന്റെ കയ്യിലാണെന്ന് നമ്മുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് പോലും എന്തേ രോഗം ബാധിക്കുമ്പോൾ ഖബറാളികളിലേക്ക് ചെല്ലുന്നു, എന്തേ രോഗം ബാധിക്കുമ്പോൾ ജിന്നുകളിലേക്കും വലിയമാരിലേക്കും മഹാത്മാക്കളിലേക്കും ചെല്ലുന്നു? എന്തുകൊണ്ട് അള്ളാഹുവിനെ വില വെക്കാതിരിക്കുന്നു? എന്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നിട്ട് കൈവടിഞ്ഞു കളഞ്ഞോ? അല്ലെങ്കിൽ അള്ളാഹുവിനെ കഴിവ് കൽപ്പില്ല എന്നാണോ നിങ്ങളുടെ പ്രവർത്തനം കുറിക്കുന്നത്? ഇതൊക്കെ മക്ക ഇമാമ ചോദിച്ച ചോദ്യത്തിൽപ്പെട്ടതാണ്. വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ യദുർറുഹും വലാ യൻഫഉഹും, അള്ളാഹു അല്ലാതെ അവർക്ക് ദ്രോഹമുള്ളതായ കാര്യങ്ങളെ അവർ ആരാധിക്കുന്നു, അവർ പൂജിക്കുന്നു. വലാ യൻഫഉഹും, അവർക്ക് അതിൽ ഫലം ലഭിക്കുക തന്നെ ഇല്ല. അമിത്തഖദൂ മിൻ ദൂനില്ലാഹി ശുഫആ, അവർ എവിടുന്നാണ് ശുഫആക്കളെ അവരുടെ രോഗം മാറ്റാനും അവർക്ക് ശുപാർശ ചെയ്യാനും ഇവരെ കൊണ്ട് സാധിക്കുമെന്ന തത്വം വെച്ചുകൊണ്ട് അവർക്ക് ഖബറാളികളെ തേടാൻ, അള്ളാഹു അല്ലാത്തവരെ തേടാൻ അവർക്ക് ആരധികാരം കൊടുത്ത് അവർക്ക് എവിടുന്ന് അതിന് അനുവാദം ലഭിച്ചു? ഖുൽ, നിങ്ങൾ പ്രഖ്യാപിക്കൂ നബിയെ, ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റശദാ, നിങ്ങൾക്ക് ഗുണമോ ദോഷമോ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നതല്ല. ലോക നേതാവായ, ലോക മുസ്ലിങ്ങളുടെ നേതാവായ, നമ്മുടെ നേതാവായ, മുർസലുകളുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ തന്നെ നമുക്ക് ദ്രോഹമോ ഗുണമോ ചെയ്യാനുള്ള കഴിവ് നൽകിയിട്ടില്ല. അത് അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമാണ്. നമുക്ക് ഹിദായത്ത് എത്തിച്ചു തരാൻ, അഥവാ ഹിദായത്ത് കാണിച്ചു തരാൻ, നമുക്ക് ഖുർആൻ ഓതി തരാൻ, നമുക്ക് ഖുർആന്റെ അർത്ഥം പഠിപ്പിച്ചു തരാൻ, അതിനുവേണ്ടിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിക്കപ്പെട്ടത്. എന്നല്ലാതെ നമ്മുടെ രോഗം മാറ്റാനല്ല. നമ്മുടെ രോഗം മാറ്റാൻ വേണ്ടി റസൂല പഠിപ്പിച്ചത് അള്ളാഹുവോട് പ്രാർത്ഥിക്കലാണ്. അതുപോലെ നാമും അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ ശിട്ടികളോടല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിട്ടിച്ച ജിന്നുകളോടോ മലക്കുകളോടോ അല്ലെങ്കിൽ മഹാത്മാക്കളോടോ സാലിഹികളോടോ അല്ലെങ്കിൽ ഖബറാളികളോടോ അല്ല. അത് മഹാപാപമാണ്. ഈ പാപം ഏത് കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു, ആ കാലഘട്ടത്തിൽ അവരുടെ അഭിമാനത്തെ അവരെ അടിയറ വെക്കേണ്ടതായ ഗതികേട് അവർക്കുണ്ടായി. ഇതാണ് മക്ക ഇമാം പറഞ്ഞതായ ഇന്നത്തെ ഖുതുബയുടെ ഷോർട്ടായ ഭാഗം. അഥവാ നമുക്ക് ഫലസ്തീനാവട്ടെ, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നാടുകളാവട്ടെ, നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അന്തസ്സുകളാവട്ടെ, നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എന്തുമാവട്ടെ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുമായിട്ട് നാം ചെയ്തതായ ഉടമ്പടിയാണ്, അള്ളാഹു പറയുന്ന ശൈലിയാണ്. നിങ്ങൾ
നിങ്ങളെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അയക്കുന്ന നബിമാരുടെ ബാക്കിൽ, ഞാൻ അയക്കുന്ന ദൂതന്മാരുടെ ബാക്കിൽ, ഞാൻ ഇറക്കുന്ന ഗ്രന്ഥങ്ങളുടെ ബാക്കിൽ നിങ്ങൾ അണിനിരക്കണം. എന്നിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച്, അള്ളാഹുവിന് മാത്രം ആരാധന സമർപ്പിച്ച്, അവന്റെ വിധികൾ ജീവിതത്തിൽ പകർത്തി, അവന്റെ ഹുക്കം ഇവിടെ നടപ്പാക്കി, അവന്റെ കൽപ്പന ഇവിടെ നടപ്പാക്കി ജീവിക്കാനാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത്. എന്നല്ലാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ആ പിശാച്ചിന്റെ ബേക്കിൽ അണിനിരുന്നുകൊണ്ട്, പിശാച്ച് കൊണ്ടുവന്നതായ ശിർക്കിന്റെ ബേക്കിൽ അണിനിരുന്നുകൊണ്ട്, ഞാൻ ഹലാലാക്കിയത് അവൻ ഹറാമാക്കുമ്പോഴും ഞാൻ ഹറാമാക്കിയത് അവൻ ഹലാലാക്കുമ്പോഴും അവന്റെ പിന്നെ അണിനിരുന്നുകൊണ്ട് എന്റെ കൽപ്പനയെ നിങ്ങൾ ധിക്കരിക്കുക എന്നത് അത് മഹാവിപത്താണ് എന്ന് ഇന്ന് മക്ക ഇമാമ ഉണർത്തുകയുണ്ടായി. ഈ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ അംലികു ലക്കും ദർറൻ വലാ റശദ, നിങ്ങൾക്ക് ഗുണമോ ദോഷമോ ചെയ്യാനുള്ള കഴിവ് അത് ഞാൻ മിൽക്കാക്കുന്നില്ല, എനിക്ക് അല്ലാഹു തന്നിട്ടില്ല എന്നതാണ്. അല്ലാഹു പറയുകയാണ് റസൂലുള്ളാഹിനോട്, മുഹമ്മദ് നബിയെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ആ പ്രയാസം മാറ്റാൻ അല്ലാഹുവിനല്ലാതെ മറ്റൊരു മഖ്ലൂഖിനും സാധിക്കുക തന്നെ ഇല്ല. റസൂലുള്ളാഹിക്കുള്ള പ്രയാസത്തെ മാറ്റാൻ അല്ലാഹുവിനല്ലാതെ മുഹമ്മദ് നബിക്ക് വരെ സാധിക്കുന്നതല്ല എന്ന് പറയുമ്പോൾ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളുടെ, നമ്മുടെ സാധാരണ മനുഷ്യന്മാരുടെ സ്ഥിതി പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ എന്ന് മക്ക ഇമാം പറയുകയുണ്ടായി. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് യാഥാർത്ഥ്യം, അല്ലാഹു പഠിപ്പിച്ചതാണ് യാഥാർത്ഥ്യം. അല്ലാഹുവാണ് ഹഖ്, അവനെയാണ് ആരാധിക്കേണ്ടത്. അവനാണ് ഇവിടെ ഈ ദുനിയാവിലുള്ളതായ എല്ലാ അധികാരവും, ആ അധികാരം അല്ലാഹുക്ക് വിട്ടുകൊടുക്കാതെ അല്ലാഹുവിനോടുള്ളതായ ആ ഗണപേക്ഷ അത് മറ്റുള്ളവരിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിന്ദ്യപ്പെടേണ്ടി വരും, നികൃഷ്ടതയുള്ള ജീവിതം ജീവിക്കേണ്ടി വരും, നിന്ദ്യരായി ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് മക്ക ഇമാം തുടർന്നു, ഈ ആയത്ത് പറഞ്ഞതിന്റെ ശേഷം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായ, പുതിയ വർഷം ആരംഭിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ പല പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ടതാണ് നാം ഇതര മതസ്ഥരുമായി ജീവിക്കുന്ന വേളയിൽ, അവരുമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്ന വേളയിൽ അള്ളാഹു നമുക്ക് അനുവദിച്ചതായ ശൈലി ഉപയോഗിക്കൽ അനുവദനീയമാണ്. യാ അയ്യുഹന്നാസ്, സത്യവിശ്വാസികളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഞാൻ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും സൃഷ്ടിച്ചു. വജഅൽനാകും ശുഊബൻ വ ഖബായില, ഇവിടെ ധാരാളം കബീലകളായിട്ട്, ധാരാളം ഇനങ്ങളായിട്ട് ഇവിടെ ഇന്ത്യക്കാര്, ചൈനക്കാര്, അമേരിക്കക്കാര്, അറബികള്, ഇങ്ങനെ പല പല കബായിലകളായിട്ട് ഇവിടെ അള്ളാഹു സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയാണ്? ലിതആറഫു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനാണ്. നിങ്ങൾക്ക് എല്ലാവരും ഒരേ കോലമാണെങ്കിൽ, ഒരേ രൂപമാണെങ്കിൽ, ഒരേ ഭാഷയാണെങ്കിൽ പരിചയപ്പെടാൻ സാധിക്കുന്നതല്ല. ഇവർക്ക് അഡ്രസ് ഇല്ല, അവർക്ക് അഡ്രസ് ഇല്ല, ആരെയും തമ്മിൽ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അവൻ ചൈനക്കാരൻ, അവന്റെ കോലം വ്യത്യാസമുണ്ട്, അവന്റെ ഭാഷ വ്യത്യാസമുണ്ട്, അപ്പോൾ മനസ്സിലാക്കാനുള്ള ചുറ്റുപാടുണ്ടാകുന്നു. എന്ന് മാത്രമല്ല ഈ ആയത്ത് കുറിക്കുന്നു, നമുക്ക് ആരുമായി പരിചയപ്പെടുന്നുണ്ട് തെറ്റില്ല, ഏത് മതസ്ഥരോടും പരിചയപ്പെടാം, ഏത് മതസ്ഥരോടും നമുക്ക് ബന്ധപ്പെടാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിരോധിക്കുന്നില്ല, നിങ്ങളോട് പോരാടാത്തതായ, നിങ്ങളെ നാട്ടിൽ നിന്നിട്ട് നാട് കടത്താത്തതായ, നിങ്ങളെ ദ്രോഹിക്കാത്ത, മർദ്ദിക്കാത്ത, നിങ്ങളോട് കൂടി നല്ല രൂപത്തിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നതായ ഇതര മതസ്ഥരുമായിട്ട് അന്തബറൂഹും, അവരോട് നിങ്ങൾ നന്മ പുലർത്തണം, നന്മ ചെയ്യണം, അവരോട് നിങ്ങൾ നീതി പുലർത്തണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ വലാ വറാ എന്ന വിഷയം മനസ്സിലാക്കുമ്പോൾ ഇതര മതസ്ഥരുമായിട്ട് അവർ കൊണ്ടാടുന്നതായ ആഘോഷം അവർ കൊണ്ടാടിക്കോട്ടെ, അവരുടെ മതവുമായിട്ട്, അവരുടെ മതത്തിന്റെ ചടങ്ങുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ അവർ ചെയ്തോട്ടെ. നമ്മുടെ ആചാരം അത് നാം ചെയ്യുക. എല്ലാവർക്കും ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, വലിയ ദീൻ, എനിക്ക് എന്റെ മതം എന്നാണ് ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നാം അത് കാരണത്താൽ ആരും ആരെയും അങ്ങും ഇങ്ങും ദ്രോഹിക്കേണ്ടതോ, മർദ്ദിക്കേണ്ടതോ, വൈരാഗ്യം കാട്ടേണ്ടതോ, അല്ലെങ്കിൽ അത് കാരണത്താൽ വർഗീയത ഉണ്ടാക്കേണ്ടതോ, കലാപം ഉണ്ടാക്കേണ്ടതോ ആവശ്യമില്ലേ ഇല്ല. പരസ്പരം അങ്ങും ഇങ്ങും സഹകരിച്ച് സഹായിച്ച് ഇതര മതസ്ഥരുമായി ജീവിക്കുക എന്നത് മുസ്ലിങ്ങളുടെ ശൈലിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ധാരാളം ആയത്തുകൾ ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കാൻ മക്ക ഇമാം ഉണർത്തിയിട്ടുണ്ട്. നമ്മുടെ ടൈം അവസാനിക്കുകയാണ്. അല്ലാഹു പറയുന്ന ശൈലിയിൽപ്പെട്ടതാണ് വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നന്മ പറയണം. ജനങ്ങൾ എന്നാണ്, മുസ്ലിങ്ങൾ എന്നല്ല. നിങ്ങൾ ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറണം. അതുകൊണ്ട് അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ വന്നതായ സന്ദർഭത്തിൽ അവര് മുശ്രിക്കത്തായിരുന്നു. അവര് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ ആ തത്വത്തിലേക്ക് എത്തിയിട്ടില്ല. ശിർക്ക് ചെയ്യുന്നതായ വിഭാഗമാണ്. ഞാൻ എന്ത് വേണം റസൂലേ എന്ന് അസ്മാ ചോദിച്ചപ്പോൾ നിങ്ങൾ അവർക്ക് നന്മ
ചെയ്യുക, നിങ്ങൾ അവരോട് ചെയ്യേണ്ടതായ ബാധ്യതകൾ നിർവഹിക്കുക, അവര് നിങ്ങളുടെ ആദർശം ഉൾക്കൊള്ളുന്ന വ്യക്തി അല്ലെങ്കിലും ശരി എന്നതായിരുന്നു പഠിപ്പിച്ചത്. എത്രയോ അമുസ്ലിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തോട്ടത്തിൽ നിന്നിട്ടും അവർ ഉപയോഗിക്കുന്നതായ വെള്ളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നു പിടിച്ച സംഭവത്തിലേക്കൊക്കെ മക്ക ഇമാമ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് വരേക്കും അവരുടെ പടവസ്ത്രം ഒരു ജൂതന്റെ അടുക്കൽ പണയം വെച്ചിട്ടായിരുന്നു റസൂലുള്ളാഹി വഫാത്താകുന്ന സന്ദർഭത്തിൽ സംഭവിച്ചത് എന്നത് നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള വിഷയമാണല്ലോ. അതിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാം എന്ത്, ഇതര മതസ്ഥരുമായിട്ട് നമ്മളോട് ക്രൂരതയും വൈരാഗ്യവും വെച്ച് പുലർത്താത്തതായ അഥവാ ശത്രുത വെച്ച് പുലർത്താത്തതായ നമ്മുടെ അയൽവാസികളാകുന്ന ഇതര മതസ്ഥരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളം പോലത്തെ എന്റെ ശബ്ദം കേൾക്കുന്ന കേരളക്കാരായ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ഓണം കൊണ്ടാടുന്ന സന്ദർഭമാണ്. ആ ഓണത്തെ കുറിച്ചൊക്കെ പലരും പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ടായി. അവർക്ക് അവരുടെ ഓണം അവർ കൊണ്ടാടിക്കോട്ടെ, അത് അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ടതായ ചടങ്ങാണ്, അതിൽ നാം പങ്കുചേരേണ്ട ആവശ്യമില്ല. അതിൽ അവർക്ക് തന്നെ വെറുപ്പില്ല, അവർക്ക് നിർബന്ധവുമില്ല മുസ്ലിങ്ങൾ അവരോടുകൂടി ഓണം കൊണ്ടാടണമെന്ന്. കാരണം അത് അവരുടെ ചടങ്ങാണെന്ന് അവർക്ക് അറിയാം. അവരുടെ നേതാക്കളും അവരുടെ സ്വാമിമാരും അത് പ്രഖ്യാപിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടേതാകുന്ന ചടങ്ങുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ബലി പെരുന്നാളും ചെറിയ പെരുന്നാളൊക്കെ. അങ്ങനെയുള്ള ആഘോഷങ്ങൾ ഏത് അമുസ്ലിമിനോടും നാം നിർബന്ധിക്കാറില്ല. നാം ബലിയർക്കും പോലെ അവരും ബലിയർക്കണം, നാം പെരുന്നാൾ കൊണ്ടാടുമ്പോൾ അവരും പെരുന്നാൾ കൊണ്ടാടണം എന്നതുപോലെ തന്നെയാണ് മറുവശവും. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ മതത്തിൽ അവരവരുടെ മതത്തിന്റെ ചടങ്ങ് ജീവിതത്തിൽ പകർത്തിയും കൊണ്ട് അവര് ജീവിക്കുക എന്നതിലാണ് അന്തസ്, എന്നതിലാണ് മറ്റുള്ളവർക്ക് മാതൃക എന്നതാണ് മക്ക ഇമാം പറഞ്ഞ ശൈലി. അത് നാം മനസ്സിലാക്കേണ്ട ഭാഗമാണ്. പിന്നെ മക്ക ഇമാം തുടരുകയുണ്ടായി, ഖുതുബയുടെ സമാപനത്തിൽ നാം ഐക്യത്തോടുകൂടി ജീവിക്കണം, നാം ഭിന്നിക്കാൻ പാടുള്ളതല്ല. മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. ഒരു മനുഷ്യൻ സത്യവിശ്വാസിയായി ജീവിക്കുകയാണെങ്കിൽ, സത്യവിശ്വാസിയായിട്ട് സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവന് സുന്ദരമായ ആസ്വാദ്യകരമായ ജീവിതം ജീവിക്കാൻ അള്ളാഹുവിടെ തൗഫീഖ് നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഖുതുബയുടെ തുടക്കത്തിലും അവസാനത്തിലുമെല്ലാം മക്ക ഇമാം ഊന്നി പറഞ്ഞത് നമ്മുടെ കയ്യിൽ നിന്നിട്ട് നഷ്ടപ്പെട്ടു പോയ അന്തസ്സുകൾ, ഫലസ്തീന് പോലോത്തത് ഉദാഹരണത്തിന്, ഫലസ്തീന് പോലോത്തതായ അന്തസ്സുകൾ, നമ്മുടെ അഭിമാനങ്ങൾ നമുക്ക് മടങ്ങിക്കെട്ടാൻ, നമുക്ക് പഴയ രൂപത്തിലുള്ള ജീവിതം ജീവിക്കാൻ, പഴയ രൂപത്തിൽ അഥവാ നമ്മുടെ സലഫ് സാലിഹ്യങ്ങൾ ജീവിച്ച രൂപത്തിലുള്ള ജീവിതം. ആ കാലഘട്ടത്തിൽ സൂഫിസമില്ല, ആ കാലഘട്ടത്തിൽ ഷിയായിസമില്ല, ആ കാലഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കലില്ല, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കലില്ല, അള്ളാഹു അല്ലാത്തവർക്ക് അറക്കലില്ല. അത് ഇല്ല എന്നത് നമ്മുടെ പ്രമാണങ്ങൾ കുറിക്കുന്നു, എന്തെങ്കിലും പറയല്ല. അങ്ങനെയാണ് ഖുർആൻ സ്ഥാപിച്ചത്, അതാണ് സുന്നത്ത് സ്ഥാപിച്ചത്, അതാണ് നമ്മുടെ മദ്ഹബുകളുടെ ഇമാമുകളും ആ കാലഘട്ടത്തിൽ ജീവിച്ച പടുകൂറ്റം പണ്ഡിതന്മാരായ ഗവേഷണം ചെയ്യാൻ അർഹപ്പെട്ടവരെന്ന് നാം മനസ്സിലാക്കുന്നവരായ ആ മുജ്തഹിദുകളായ നമ്മുടെ ഇമാമുകളൊക്കെ എഴുതിയതായ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി പോയതും. അവിടെയെല്ലാം ക്ലിയറായ തത്വം നമ്മുടെ മുമ്പിൽ, ക്ലിയറായ തൗഹീദ്, ക്ലിയറായ ആദർശം നമുക്ക് ലഭിക്കും. ആ രൂപത്തിൽ ജീവിച്ചവർക്ക് മാത്രമേ അന്തസ്സുള്ളൂ. അത് തന്നെയാണ് ഇമാം അവസാനവും പറയുന്നത്, വഅൻതുമുൽ അഊലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സത്യവിശ്വാസികളായി കഴിഞ്ഞാൽ, ശിർക്ക് ചെയ്യാത്തവരായി കഴിഞ്ഞാൽ, ദീനും മതവും അള്ളാഹുവിനാണെന്ന് മനസ്സിലാക്കി ആ അള്ളാഹുവിന്റെ മതം മതമാക്കി മാറ്റാൻ തീരുമാനിച്ചാൽ, അത് ഫലസ്തീനികളാവട്ടെ, ആ പരിസരത്തിലുള്ളവരാവട്ടെ, മുസ്ലിങ്ങൾ എവിടെ ജീവിക്കട്ടെ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് സുരക്ഷിതത്വം, അവർക്കാണ് സുരക്ഷിതത്വം, അവർക്കാണ് സുരക്ഷിതത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്ക ഇമാം അദ്ദേഹത്തിന്റെ ഖുതുബയെ സമാപിച്ചത്. ഇന്ന് മദീന ഇമാം സംസാരിച്ച വിഷയം വളരെ നീണ്ട വിഷയമാണ്. ഷെയ്ഖ് ഹുസൈൻ ആല ഷെയ്ഖാണ് ഇന്നത്തെ പ്രാസംഗികൻ. അവര് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ആരംഭിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനുൽ അദീമിൽ അവസാനമായി ഇറക്കിയതായ ആയത്ത്, ആ ആയത്ത് തന്നെ നമുക്ക് തെളിവാണ് തഖ്വയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കാൻ. ലോകത്തോട് അല്ലാഹു അവസാനമായി ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാര് നമ്മളോട് പറയുന്നതനുസരിച്ച്, മുഫസ്സിറുകൾ പറയുന്നതനുസരിച്ച് ഇത്ലാഖൻ അവസാനം ഇറങ്ങിയതായ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ഏതാണ് ആ ദിവസം? തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ദിവസത്തെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കുക. തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ആ ദിവസത്തിൽ നിങ്ങൾ ഇവിടെ പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ പ്രതിഫലമോ പ്രതികാരമോ ലഭിക്കുന്ന ദിവസമാണ്. വഹും ലാ യുളമൂൻ, അന്നാരെയും ആക്രമിക്കപ്പെടുക തന്നെയില്ല. അങ്ങനെയുള്ള ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം എന്ന കൽപ്പനയാണ് ലോകത്തോട് അവസാനമായി അള്ളാഹു സംസാരിച്ചത്.
അതാണ് റസൂലുള്ളാഹി പറയുന്നത്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അള്ളാഹു നിന്നെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു അർശിന്റെ തണലിടുന്നതായ വിഭാഗത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചർച്ച ചെയ്തതായ സന്ദർഭത്തിൽ പറഞ്ഞതാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്നതായ ഒരു പെണ്ണിനെ കുറിച്ച് അള്ളാഹു റസൂൽ പറയുകയുണ്ടായി. ആ സ്ത്രീ വ്യഭിചാരം ചെയ്യാനുള്ള എല്ലാ ചുറ്റുപാടുണ്ടാകുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീ പറഞ്ഞു ആരോട്? പുരുഷനോട് ഇത്തഖില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത്തഖില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ആ പാപത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെട്ടു. അതിന് കാരണക്കാരി ആരാണ്? ആ സ്ത്രീയാണ്. അങ്ങനെയുള്ള ആ തത്വം, ആ വാക്ക് എവിടുന്നുണ്ടായി? അത് തഖ്വയിൽ കൂടി ഉണ്ടായി. അപ്പോൾ ഇഹ്ഫദില്ല, അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇഹ്ഫദ്, അല്ലാഹു നിന്നെ സൂക്ഷിക്കും. അത്ബഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ, നീ എന്ത് തെറ്റ് വല്ലപ്പോഴും ചെയ്തു പോയാൽ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ നമ്മളിട്ട് തെറ്റുണ്ടാവാം. തെറ്റുണ്ടാവുന്ന സന്ദർഭത്തിൽ എന്ത് വേണം? ഉടനെ തന്നെ റസൂൽ പറയുന്നു, എന്ത്? നീ സൽക്കർമ്മങ്ങൾ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, പശ്ചാത്തപിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുക, അല്ലാഹുവിലേക്ക് മടങ്ങുക. തംഹുഹ, ആ ചെയ്തു പോയ തെറ്റ് അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. ഹദീസിൽ കാണുന്നുണ്ട്, മുസ്ലിം ചെയ്യുന്ന ഹദീസാണ്. ഒരാൾ വല്ല തെറ്റും ചെയ്താൽ ഉടനെ തന്നെ 2 റക്അത്ത് wudu പിടിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാൽ അല്ലാഹു അവന് പുറത്തു കൊടുക്കും. പശ്ചാത്താപം ശർത്തത്വ പശ്ചാത്താപമായിരിക്കണം. ആ തെറ്റിലേക്ക് ഇനി മടങ്ങുക തന്നെ ഇല്ല എന്ന് അല്ലാഹുവിനോട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടായിരിക്കണം. ചെയ്തതായ തെറ്റിൽ നിന്നിട്ട് അദ്ദേഹം വ്യതിചലിക്കുകയും വേണം, ഒഴിവാകുകയും വേണം, റച്ചെടുക്കണം, അതിൽ നിന്നിട്ട് തീരെ വിട്ടുനിൽക്കണം എന്ന് മാത്രമല്ല, ചെയ്തു പോയതിൽ ഖേദം പ്രകടിപ്പിക്കണം, ചെയ്യുകയില്ല എന്ന് കുറ്റം സമ്മതിക്കുകയും വേണം. റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ഇനി ഞാൻ ചെയ്തു പോയ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് സമ്മതിക്കുകയും വേണം. അതുപോലെ തന്നെ ഹസനാത്തുകളെ കുറിച്ച് അദ്ദേഹം മദീന ഇമാം ഉണർത്തുകയുണ്ടായി. ആ ഹസനാത്തുകളുടെ കൂട്ടത്തിൽ മുആമലത്തുന്നാസ്, അത് മക്ക ഇമാമും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഖുതുബയുടെ തുടക്കത്തിൽ മക്ക ഇമാം പറഞ്ഞതായി സൂചിപ്പിച്ച് ഓർക്കുന്നുണ്ടായിരിക്കും. ഇഹ്സാന് വേണം. ഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് ആസകലം നന്മ പറയണം, നല്ലത് പറയണം, നല്ല രൂപത്തിൽ പെരുമാറണം. അതുപോലെ തന്നെയാണ് മുആമലത്തുന്നാസ്, നല്ല പെരുമാറ്റം ജനങ്ങളോട് പെരുമാറുക. ബിൽ അഖ്ലാഖിൽ ജമീല, നല്ല സ്വഭാവത്തോടു കൂടി. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നിങ്ങൾ മഹാസ്വഭാവക്കാരനായിരുന്നു ദൂതരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബഹുമതിയും ബഹുമാനവും വാഴ്ത്തലും പുകഴ്ത്തലും ഖുർആനിലൂടെ അല്ലാഹു വിവരിക്കുന്ന ഭാഗങ്ങളിൽ ഒരു ഭാഗമാണിത്. വഇന്നക മുഹമ്മദേ, നിങ്ങൾ ലഅലാ ഖുലുഖിൻ അളീം, മഹാ സ്വഭാവത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കാതിരിക്കാൻ, ജനങ്ങളെ മർദ്ദിക്കാതിരിക്കാൻ, നിനക്ക് എന്തിഷ്ടമുണ്ട് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക, നിനക്ക് എന്തിഷ്ടമില്ല അത് ജനങ്ങൾക്ക് നീ ഇഷ്ടപ്പെടാതിരിക്കുക. ഇതൊക്കെ സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, സത്യവിശ്വാസികൾ എന്നിട്ട് ഏറ്റവും പരിപൂർണ്ണ ഈമാനിന്റെ ഉടമയാരാണ്? ഏറ്റവും നല്ല സ്വഭാവക്കാരനാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ സ്വർഗ്ഗത്തിലേക്ക് എന്നെ ചേർക്കുന്നതായ അമലേതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അത് തഖ്വല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ടുകൊണ്ട് ഭക്തിയുള്ള ജീവിതം ജീവിക്കുക. പിന്നെയോ വഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവത്തിനുടമയായി മാറുക എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതെ, അവസാനത്തെ ഖുതുബയിൽ ഷെയ്ഖ് ഹുസൈൻ ആല ഷെയ്ഖ് വിവരിച്ച ഭാഗമാണ് അൽ ഇഹ്സാനു ലിൽ ജമീഅ്, ജനങ്ങൾക്ക് മുഴുവനും മുഹ്സിനീകളായിരിക്കണം. എത്രത്തോളം ഒരു സഹാബി സ്ത്രീയെ കുറിച്ച് പറയപ്പെടുകയുണ്ടായി, അവര് ധാരാളം നമസ്കാരക്കാരിയാണ്, ധാരാളം നോമ്പുകാരിയാണ്, ധാരാളം സദഖക്കാരിയാണ്. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹിനെ മുമ്പിൽ വെച്ചിട്ട് പറയാണ്, പക്ഷേ ആ സഹോദരിയുടെ നാവ് വടക്ക് നാവാണ്, ആ സഹോദരിയുടെ നാവിലൂടെ അയൽവാസികളെ ദ്രോഹിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അവര് നരകത്തിലാണ്. അഥവാ ആ ചെയ്ത പാപത്തിന് ശിക്ഷ ലഭിക്കുന്നത് വരെ അവർ നരകത്തിൽ കടക്കേണ്ടി വരും എന്ന അർത്ഥത്തിലേക്കാണ്. അപ്പോൾ ആ വളരെ കൂടുതൽ നമസ്കാരം കൊണ്ട്, വളരെ കൂടുതൽ നോമ്പ് കൊണ്ട്, വളരെ കൂടുതൽ സദഖ കൊണ്ട് സ്വഭാവം എടുക്കായപ്പോൾ ഫലം ലഭിച്ചില്ല, നരകത്തിൽ കടക്കാതിരിക്കാൻ പറ്റിയില്ല, നരകത്തിലേക്ക് പോകേണ്ടി വന്നു. നരകത്തിൽ പോയ ശേഷമേ അങ്ങനെ പ്രവർത്തിച്ചവർക്ക് ആ അപകടത്തിൽ നിന്നിട്ട് മോചിച്ചാൽ, ആ ദോഷത്തിൽ നിന്നിട്ട് മോചനം നേടിയാൽ, അള്ളാഹ് ഉദ്ദേശിച്ചാൽ സ്വർഗത്തിലേക്ക് കടത്തുകയുള്ളൂ എന്ന അർത്ഥത്തിലേക്ക് ഇത് മദീന ഇമാം ഉണർത്തിയതായ ഭാഗമാണ്. തഖ്വ നാം ചെയ്യുന്ന വേളയിൽ ഹസനത്തുകൾ വർദ്ധിപ്പിക്കുകയും സയ്യിആത്തുകൾ കുറക്കുകയും, സയ്യിആത്തുകൾ കഴിവിന്റെ പരമാവധി, ഞാൻ സാധാരണ പറയാറുണ്ട് എന്റെ ക്ലാസ് മെമ്പർമാരോട്, കഴിവിന്റെ പരമാവധി പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി പാടുപെടുക. കാരണം അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത് എന്താണ്? യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ, ഇഷ്ടമുള്ളവർക്കാണല്ലോ പുറത്തു കൊടുക്കുക. നമുക്ക് ഉറപ്പില്ലല്ലോ, നമുക്ക് വിവരമില്ലല്ലോ, നമുക്ക് അറിയുകയില്ലല്ലോ. അള്ളാഹു ഇഷ്ടപ്പെട്ടോ, അള്ളാഹു നമ്മുടെ പാപം പുറത്തു തരുന്ന ഇനത്തിലാണോ നാം പെടുക? അല്ല.
പുറത്തു തരാത്ത വിധത്തിലാണോ നാം പെടുക? അത് നമുക്കറിയുകയില്ല. അതുകൊണ്ട് അറിയാത്ത കാലത്തോളം നാം എന്ത് ചെയ്യുക? പാപങ്ങൾ കഴിവിന്റെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പാടുപെടുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന ഒരു ആയത്ത് കൂടി നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വലഖദ് വസ്സൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സർവ്വ കിതാബുകൾ നൽകപ്പെട്ട വിഭാഗത്തോട് ഞാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അത് മുമ്പുള്ള എല്ലാ ഉമ്മത്തുകളിലേക്ക് സൂചനയാണ്. അവർക്കെല്ലാം നാം ഉപദേശം നൽകിയിട്ടുണ്ട്. മിൻ ഖബ്ലിക്കും ഇയ്യാക്കും, നിങ്ങളോട് അഥവാ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളോടും വസിയത്ത് ചെയ്യുന്നു. അനിത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി, വിധികൾ നടപ്പാക്കി, വിലക്കുകൾ ഒഴിവാക്കി ജീവിക്കുക എന്ന ആ പ്രത്യേകതയിലേക്ക് എത്താൻ സാധിക്കുന്നു. നാവിനെ സംരക്ഷിക്കാൻ, കാതിനെ സംരക്ഷിക്കാൻ, കാലിനെ സംരക്ഷിക്കാൻ, കൈയിനെ സംരക്ഷിക്കാൻ, ഹൃദയത്തെ സംരക്ഷിക്കാൻ എല്ലാം അത് സഹായകമായി തീരുന്നു. നമ്മുടെ ടൈമിന് ആ സകലം, നമ്മുടെ കൊല്ലത്തെ ആ സകലം. അപ്പോൾ മക്ക ഇമാം പറഞ്ഞതുപോലെ പുതിയ കൊല്ലം വരുമ്പോൾ പുതിയ ജീവിതം, അഥവാ പഴയ ജീവിതം വടക്ക് ജീവിതമാണെങ്കിൽ ആ പഴയ ജീവിതത്തോട് വിടവാങ്ങി പുതിയ ജീവിതം കൈവരുത്താൻ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അല്ലാഹു നിങ്ങളിലുള്ള ചുറ്റുപാടിനെ ചേഞ്ച് ചെയ്യുന്നതല്ല, നിങ്ങളുടെ അടുക്കലുള്ള ചുറ്റുപാടിനെ നിങ്ങൾ ചേഞ്ച് ചെയ്യാത്ത കാലത്തോളം, നിങ്ങൾ വടക്ക് ചുറ്റുപാടിൽ നിന്നിട്ട് നല്ല ചുറ്റുപാടിലേക്ക് വരാത്ത കാലത്തോളം അല്ലാഹു നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുകയില്ല. അപ്പോൾ അപകടത്തിൽ പ്രയാസത്തിന് രക്ഷപ്പെട്ടുകൊണ്ട് നസറും സഹായവും ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ആ സലഫ് സാലിഹയുടെ ജീവിതത്തിലേക്ക്, ആ മുമ്പന്മാരുടെ ജീവിതത്തിലേക്ക്, ആ തൗഹീദിലേക്ക്, ആ യഥാർത്ഥ ആദർശത്തിലേക്ക്, യഥാർത്ഥ വിശ്വാസത്തിലേക്ക്, അള്ളാഹുവിന് മാത്രം ആരാധന, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന എന്ന തത്വത്തിലേക്ക് എത്തുകയും അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യണം. അതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. വേറൊരു മാർഗം രക്ഷപ്പെടാനില്ല എന്നതാണ് മക്ക ഇമാമും മദീന ഇമാമും എല്ലാം പറഞ്ഞതായ തത്വങ്ങളിൽ പെട്ടത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിന് ഒരു സൽക്കർമ്മമായി അള്ളാഹു നിന്നിട്ട് നാം സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് മുസ്ലിം ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രയാസത്തിൽ നിന്നിട്ട്, ഈ വബായിൽ നിന്നിട്ട്, ഈ പരീക്ഷണങ്ങളിൽ നിന്നിട്ട് മുസ്ലിം ലോകത്തെയും മനുഷ്യരാശിയെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കട്ടെ, പെട്ടെന്ന് രക്ഷപ്പെടുത്തട്ടെ. എന്നിട്ട് നാം മുമ്പ് ജീവിച്ച രൂപത്തിൽ തന്നെ ജീവിക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം അള്ളാഹു ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇപ്പോൾ കൊറോണയുടെ പ്രയാസത്തിൽ പെടാത്ത, അത് ലഘൂകരിക്കപ്പെട്ടതായ നാട്ടുകാരൊക്കെ പള്ളി തുറക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പള്ളി തുറക്കാൻ ആരംഭിച്ചപ്പോൾ കുറെ കാലം പള്ളിയിൽ പോയി പ്രാക്ടീസ് ഇല്ലാത്ത വിഭാഗം പള്ളിയിൽ പോകണമോ വേണ്ടേ എന്ന് മനസ്സിലാക്കി അവര് എക്കിശക്കിലാണ്. ചിലരൊക്കെ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്നത് പോകട്ടെ, ജുമാ നമസ്കാരത്തിന് വരെ പോകുന്നത് വേണ്ടാന്ന് വെച്ചവരൊക്കെ ഉണ്ട് എന്ന് കാണാനും കേൾക്കാനൊക്കെ സാധിച്ചു വാട്സാപ്പിലൂടെ. അതൊക്കെ അപകടമാണ്. കഴിവിന്റെ പരമാവധി വിട്ടുനിന്നിട്ടാണെങ്കിലും, അടുത്തടുത്തിട്ട് സഫ് അടിയാൻ നിൽക്കുന്നില്ലെങ്കിലും വിട്ടുനിന്നിട്ടാണെങ്കിലും, മാസ്ക് ഉപയോഗിച്ചിട്ടാണെങ്കിലും വിരോധമില്ല. വയസ്സും പ്രായവുമില്ലാത്തവരും മാരകമായ രോഗമില്ലാത്തവരും ഒക്കെയാണെങ്കിലും, കുട്ടികളല്ലാത്തവരുമാണെങ്കിലും പള്ളിയിലേക്ക് പോകാനുള്ള ചുറ്റുപാട് ലഭിക്കുന്ന സ്ഥലത്ത് പള്ളിയിലേക്ക് തന്നെ പോവുക, ജമാഅത്തായിട്ട് നമസ്കരിക്കുക, അപ്രകാരം തന്നെ ജുമാ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി പാടുപെടുക എന്നതുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പകർത്താനും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. രോഗികൾ അവരുടെ കൂട്ടത്തിലുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, കടത്തിൽ തൊലഞ്ഞവരുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു ദൂരപ്പെടുത്തട്ടെ. എല്ലാവരുടെയും രോഗമുള്ളവരുടെ രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من ارادنا واراد الاسلام والمسلمين واراد بلاد الحرمين واراد علماء وحكام بلاد الحرمين سوءا اللهم فاشغله في نفسي واجعل تدبيره يا حي يا قيوم. اللهم انا نعوذ بك من البرص والجذام والجنون ومن سيء الاسقام يا ارحم الراحمين. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.